ഞാൻ സെലീന. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി രസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. സാമ്പാർ പോലെ ചോറുണ്ണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇന്ന് രസം ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് 4 കപ്പ് വെള്ളത്തിൽ 15 ഗ്രാം വാളംപുളി കുതിർത്ത് അരിച്ചെടുത്തത്. അതിലേക്ക് 3 തക്കാളി ഫോർക്ക് കുത്തി തിളപ്പിക്കാൻ വയ്ക്കുക. തിളപ്പിക്കുമ്പോഴത്തേന് ഈ ടൊമാറ്റോ കുറച്ച് വേകും. ഇതിനകത്തേക്ക് പുളിവെള്ളവും എല്ലാം അതുപോലെ നമ്മുടെ രസത്തിൻ്റെ മസാലയെല്ലാം കയറി നന്നായിട്ടിരിക്കും. പുളിവെള്ളവും ടൊമാറ്റോയും കൂടി ഞാൻ തിളപ്പിക്കാൻ വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ്, രസത്തിന് വേണ്ടുന്ന ചേരുവകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുക്കിംഗ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 5 അല്ലി, ജീരകം 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി ചതച്ചത് 4 എണ്ണം, കരിവേപ്പില 2 തണ്ട്, കുരുമുളക് ചതച്ചത് 2 ടീസ്പൂൺ, വറ്റൽമുളക് 3 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ടൊമാറ്റോ 110 ഗ്രാം അല്ലെങ്കിൽ 2 ചെറിയ ടൊമാറ്റോ കനം കുറച്ചരിഞ്ഞത്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ 1/4 ടീസ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്. പുളിവെള്ളത്തിൽ നമ്മൾ ടൊമാറ്റോ വേവിക്കാൻ വെച്ചത് അതിപ്പോൾ ടൊമാറ്റോ വെന്ത് നമുക്കത് മാറ്റി വെച്ചിട്ട് അടുത്ത രസത്തിനുള്ള മസാല ഉണ്ടാക്കാം. നമ്മൾ രസത്തിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, ഞാൻ കടുക് ഇടാൻ പോവുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉലുവ ഇടും. അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇടുകയാണ്. ജീരകമാണ് രസത്തിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ തരുന്നത്. ചിലർ ജീരകം ഉപയോഗിക്കത്തില്ല. ചുവന്ന ഉള്ളി ഇട്ടു, കരിവേപ്പില, ഇനി നമുക്ക് ശകലം തീ കുറച്ച് വയ്ക്കാം. നമ്മുടെ ഉണക്കമുളക്, കുരുമുളക്, തക്കാളി രസത്തിൻ്റെ രാജാവായ തക്കാളിക്ക. ഇതിനെ വേണമെങ്കിൽ മൂടി വെച്ചിട്ടാണല്ലോ നമുക്ക് ഇത് വെന്തോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ മതി. ഇത് ശകലം പേസ്റ്റ് പോലെ ആയിരിക്കും, എന്നാലേ രസത്തിന് ഒരു ശകലം കൊഴുപ്പൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വെന്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലായി. ഇനി അടുത്ത മസാലകളിടാം. മല്ലിപ്പൊടി, മുളക് പൊടി,
മഞ്ഞൾ, ഉപ്പ്. ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കായം, കായവും ഉപ്പും എല്ലാം ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിടാം, തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്. ഇനി നമ്മുടെ പുളിവെള്ളം ഒഴിക്കുകയാണ്. നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ. നമ്മുടെ രസം തിളച്ച് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മല്ലി ഇലയിടാം. നമ്മുടെ രസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കായവും എന്തെങ്കിലുമൊക്കെ കൂട്ടുകയോ എടുക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം.